ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയൊരു പേപ്പറിലാണ് കേട്ടോ വരയ്ക്കുന്നത്. ന്യൂസ് പേപ്പർ വെള്ളത്തിലിട്ട് കുതിർത്ത് അതൊരു പ്ലാസ്റ്റിക് പേപ്പറിൽ ഉണക്കി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പേപ്പർ ഉണ്ടാക്കി വെക്കുന്നത്. അത് ഞാനൊരു 4-5 ദിവസം എടുത്തു. അപ്പം ഇതിൽ ഞാൻ വിരിക്കാട്ടപ്പോൾ ഹോള് വന്നിരുന്നു കേട്ടോ. അപ്പം നമുക്കിനി പെയിൻറ്റ് ചെയ്യണതും കാണാം. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ കാണണേ. അപ്പം ഞാൻ പെയിൻറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഞാനൊരു ബ്ലൂ കളർ എടുത്തിട്ട് സൈഡിൽ ഒന്ന് കൊടുക്കുന്നുണ്ട്. ആ നീല കളറൊന്ന് പോണ പോലെ ഞാൻ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സൈഡിൽ ഇതുപോലെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്തിട്ട് ആ ഹോള് കാരണമാണ് കേട്ടോ ഞാൻ പരത്തിയില്ല അധികം. ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തട്ടി കൊടുക്കുക ചെയ്യണം. നിങ്ങൾ നന്നായി ഹോളൊന്ന് വീഴാണ്ട് പരത്തി ഇട്ടോളൂ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. എന്നാലും അത് ഉണങ്ങി കിട്ടുള്ളൂ. പിന്നെ ഞാൻ ആദ്യം നീല കളർ ഇതുപോലെ അടിച്ചു. ഇങ്ങനത്തെ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി വെള്ളം മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ അടിക്കുന്നത്. ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കാം. നിങ്ങൾ ആരും എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്ത? വീഡിയോ ലാസ്റ്റ് ഫൈനലിലേക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. അപ്പം ഞാനിത് ഇവിടെ കളർ അടിക്കുകയാണ്. പിന്നെ എനിക്കിന്ന് സ്കൂളൊക്കെ തുറന്നു കേട്ടോ. അപ്പം നിങ്ങൾ സ്കൂൾ തുറക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീഡിയോസൊന്നും ഇന്ന് ഉണ്ടാക്കണ്ടേ. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും പഠിച്ചോളൂ കേട്ടോ. പഠിക്കണം, എന്നാലല്ലേ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കണം. എന്നാൽ ഞാൻ ഈ ഒരു ഗ്രീൻ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ വെള്ളം ചേർത്തിട്ട് വേണം കേട്ടോ അടിച്ചെടുക്കാൻ. ഞാൻ വെള്ളത്തിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായി അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ അതുപോലെ മഞ്ഞ കളറും കൂടി ഇതുപോലെ അടിച്ചെടുത്തു. ഞാൻ നേരം കളിക്കണ ജസ്റ്റാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു കളറായിട്ടുണ്ടായിരുന്നു, ഇപ്പം ഞാനത് കളഞ്ഞതാണ്. അപ്പം അത് പോയി. നമുക്ക് ഇതുപോലെ കളറടിച്ചതിന് ശേഷം കുറച്ചുകൂടി കളറാവാണ്ട് നമുക്ക് കളറടിക്കാം. ഓക്കെ, ഞാൻ ഒരു ബ്ലാക്ക് കളറാണ് ഇട്ട് കൊടുക്കുന്നത്. ബ്ലാക്ക് കളർ എടുത്തിട്ട് നടുവിൽ ഇതുപോലൊരു വളഞ്ഞൊരു ഷേപ്പ് കൊടുക്കണം. അതൊരു ഇല വരയ്ക്കാനായിട്ടാണ്. ഫൈനൽ ഔട്ട്പുട്ട് ഇഷ്ടപ്പെടുമെന്നൊന്ന് പറയണേ. അപ്പം ഇതുപോലെ ഇല വരച്ചെടുക്കുകയാണ്. ഞാൻ ഇവിടെ രണ്ട് ബ്രഷാണ് കേട്ടോ യൂസ് ചെയ്തോങ്ങനെ. ഒരെണ്ണം തിൻ ബ്രഷും ഒന്നൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എളുപ്പമാണ് ഇത് ചെയ്യാൻ. നമുക്ക് വാൾപേപ്പേഴ്സൊക്കെ ആക്കി വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം വരച്ചെടുക്കുന്നുണ്ട്. എൻ്റെ സ്കൂളിൽ ആക്ടിവിറ്റി ക്ലാസ് ഉണ്ട്. അതിൽ ഞാൻ ഡ്രോയിങ്ങിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വരയ്ക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ബ്രഷൊക്കെ മേടിച്ച് വെച്ചത് ഓരോ സൈസിന്. അടുത്ത് ഞാനിതുപോലെ അടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ വാൾപേപ്പർ ഐഡിയാസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പതിയെ ഇടാട്ടോ അത് ആ വീഡിയോസ്. ഇത് നമുക്ക് വാൾപേപ്പറായിട്ടോ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി ഗിഫ്റ്റ് ഐഡിയ ആണ്. ഇതിൻ്റെ അടിയിൽ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ വെക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ എല്ലാ ക്രാഫ്റ്റുകളും ഇങ്ങനെ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ, ഇനി സ്കൂളിലേക്ക് വല്ല കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുത്തായിരിക്കും സന്തോഷമാവട്ടെ. അപ്പം നമുക്ക് ഇതുപോലെ അടിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ കുറേ അടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പകുതി വെച്ച് നിർത്താൻ തോന്നുന്നുണ്ട്. ബട്ട് നമുക്കൊരു ഭംഗി കിട്ടണമെങ്കിൽ കുറേ അടിക്കണം. അപ്പം ഞാൻ അടിക്കുന്നുണ്ട്. അപ്പം ഇതാണ് കേട്ടോ. നമുക്ക് അടിച്ച് കൊടുക്കാം. ഇതുപോലെ ഓരോന്ന് അടിച്ച് കൊടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ അവിടെ യെല്ലോവും പച്ചയും ബ്ലൂ ഒക്കെ കളർ ചെയ്തില്ലേ, അവിടെ വേണമെങ്കിൽ ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈനൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ഔട്ട്ലൈൻ ചെയ്തിട്ടില്ല. പോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ അടുത്തും കൂടി വരച്ചിട്ട് നിർത്താറുണ്ട്. എനിക്ക് പകുതി ഒരു സ്റ്റെമ്മ് പോലത്തെ വേണം. ഞാൻ ഇതുപോലെ വരച്ച് നിർത്താണ്. അപ്പോൾ അത് ഞാൻ ഇതുപോലത്തെ ഒരു വള്ളി പോലെ ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തൊന്നും വേണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസൊക്കെ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ച കളറിൻ്റെ അവിടെയും കൂടി ഞാൻ ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കൊടുക്കാം.
ബ്ലാക്ക് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളറാണ്. പേസ്റ്റൽ കളറൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മുടെ കയ്യിലുള്ള അക്രിലിക് കളറും കൊണ്ട് വൈറ്റ് മിക്സ് ചെയ്താലും മതി കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനത്തെ അക്രിലിക് കളേഴ്സ് കിട്ടും. അടുത്ത ഞാൻ ഈ ഒരു ഗ്രില്ല് പോലെ വട്ടം പോലെ അങ്ങനെ എന്തോ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്കിഷ്ടപ്പെട്ട ഡിസൈൻസാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇതുപോലെ കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും വൈറ്റ് അടിക്കണമെങ്കിൽ വൈറ്റ് അടിക്കാം. പക്ഷെ അത് ബ്ലാക്കിൽ മിക്സ് ആകുമ്പോൾ കൊളായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടിക്കാത്തത് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ മിക്സ് ചെയ്യാം. ഓക്കെ, കളർ അടിച്ച് ഞാൻ അപ്പുറത്തും കൂടി യെല്ലോ ഭാഗത്തും കൂടി ഇതുപോലത്തെ ഈ ഒരു വട്ടൻ ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചെറുതെത്തിരി കൊടുക്കണമല്ലോ. ഇതുപോലെ അപ്പുറത്ത് ഇതുപോലെ കൊടുക്കുന്നുണ്ട്. ഞാൻ ചെറുതായിട്ട് കൊടുക്കുന്നത്, ഇതിൽ കുറേ കൊടുത്ത് ഞാൻ ചെറുതാണ് കൊടുക്കണമല്ലോ. അത് ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വല്ല ഈ ഇലയില്ലാണ്ട് വല്ല പീക്കോക്കിനോ അങ്ങനെയൊക്കെ വരച്ച് അടിപൊളിയായിരിക്കും. ഞാൻ ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് എടുത്ത് വെക്കണത്. വരയ്ക്കാൻ അറിയാത്തവർക്ക് വരെ കുട്ടിപ്പിള്ളേർക്ക് വരെ വരയ്ക്കാൻ പറ്റുന്ന അടിപൊളി ഡിസൈൻസാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി ഡോട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും വേണമെന്നില്ല, ഞാൻ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ. അപ്പം ഇതാണ് നമ്മുടെ പെയിൻറ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.